നമസ്കാരം. ഈ സീസണിലെ IPL-ൽ തീർത്തും നിരാശാജനകമായ പ്രകടനമാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 സീസണുകളെടുത്താൽ ഓരോ തവണ ഫൈനലിലും പ്ലേ ഓഫിലും കളിച്ചിട്ടുള്ള അവരിൽ നിന്നും ഇത്തവണയും ഗംഭീര പ്രകടനം എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഈ സീസൺ പകുതിയോടടുക്കവേ തപ്പിത്തടയുകയാണ് പിങ്ക് ആർമി. നിലവിൽ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ് റോയൽസ് ഉള്ളത്. 6 മത്സരങ്ങളിൽ 2 മാത്രം ജയിച്ച അവർ ശേഷിച്ച 4ലും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനത്തെ 2 കളിയിലും പരാജയം ഏറ്റുവാങ്ങിയ റോയൽസ് ഇപ്പോൾ ഹാട്രിക് തോൽവിയുടെ വക്കിലാണ്. ഈ സീസണിൽ റോയൽസ് എന്തുകൊണ്ടാണ് ഇത്രയും നിരാശപ്പെടുത്താനുള്ള കാരണമെന്നാണ് അന്വേഷിക്കുന്നത്. അതിന് ചില പിഴവുകളുണ്ട്. അതെന്താണെന്ന് വിശദമായി നോക്കാം. ഈ സീസണിലെ IPL-ൽ ഇതുവരെ കളിച്ച 6 മത്സരങ്ങളെടുത്താൽ പ്രധാനമായും 5ഓളം പിഴവുകളാണ് രാജസ്ഥാൻ റോയൽസ് വരുത്തിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇത്രയും അധികം തെറ്റുകൾ വരുത്തുമ്പോൾ സ്വാഭാവികമായും അത് ടീമിനെ സാരമായി ബാധിക്കുകയും ചെയ്യും. തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരുന്നിട്ടും റോയൽസ് കോച്ച് രാഹുൽ ദ്രാവിഡ് എന്തുകൊണ്ടാണ് ഇവ തിരുത്താൻ ശ്രമിക്കുന്നില്ല എന്നതാണ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. ദ്രാവിഡ് ഈ തെറ്റുകൾ തിരുത്തിയാൽ റോയൽസിന് തീർച്ചയായും ഈ സീസണിൽ തിരിച്ചു വരാനും സാധിക്കുന്നതാണ്. റോയൽസ് കാണിക്കുന്ന ആദ്യത്തെ അബദ്ധം പരമ്പരാഗതമായ ഇടം കൈ വലം കൈ ബാറ്റിംഗ് കോമ്പിനേഷൻ ശൈലി പിന്തുടരുന്നു എന്നതാണ്. ഇത് തീർച്ചയായും ഇപ്പോൾ കാലഹരണപ്പെട്ടു കഴിഞ്ഞ ഒരു സമീപനമാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പോലെയുള്ള ടീമുകൾ 2 ഇളം കയ്യർ ഓപ്പണർമാരെ വെച്ചാണ് എതിർ ബോളിങ്ങിനെ പിച്ച് ചീന്തുന്നത്. പക്ഷേ റോയൽസ് ഇപ്പോഴും ഇതിന് തയ്യാറായിട്ടില്ല. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ ഇടം കൈ ബാറ്ററും മൊബൈലടിക്കാരനുമായ നിതീഷ് റാണയെ 6ാം നമ്പറിലാണ് റോയൽസ് ഇറക്കിയത്. ഇടം കൈ വലം കൈ ബാറ്റിംഗ് കോമ്പിനേഷന് വേണ്ടിയായിരുന്നു ഇത്. എന്നാൽ ഈ കാര്യം നോക്കാതെ 3ാമനോ 4ാമനോ റാണയെ ബാറ്റിംഗിൽ പരീക്ഷിക്കുന്നതിൽ ഒരുപക്ഷെ മത്സരഫലം തന്നെ മറ്റൊന്നാകുമായിരുന്നു. പേസർ തുഷാർ ദേശ്പാണ്ഡെയെ പോലെ ഒന്നിനും കൊള്ളാത്ത ബോളർമാരെ വീണ്ടും വീണ്ടും കളിപ്പിക്കുന്നു എന്നതാണ് റോയൽസിന്റെ അടുത്ത അബദ്ധം. നേരത്തെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി 5 അടക്കം നേടി ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ആകാശ് മധ്വാൾ ടീമിൽ ഉണ്ടായിട്ടും ഒരവസരം പോലും റോയൽസ് നൽകിയില്ല എന്നത് വിചിത്രമായ കാര്യമാണ്. റോയൽസിന്റെ 3ാമത്തെ പ്രശ്നം ബാറ്റിംഗിലെ ഡിഫൻസീവ് സമീപനമാണ്. ക്യാപ്റ്റൻ സഞ്ജു അടക്കം ടീമിലെ പലരും അഗ്രസീവ് ശൈലി വിട്ട് കൂടുതൽ ഡിഫൻസീവായാണ് കളിക്കുന്നത്. ഇത് ടീമിന് വലിയ ക്ഷീണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റി മുൻ സീസണുകളിലേക്ക് പോലെ കൂടുതൽ അഗ്രസീവായി ബാറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ റോയൽസിന് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. റോയൽസിന്റെ 4ാമത്തെ അബദ്ധം ബാറ്റിംഗ് ഓർഡറിൽ നിതീഷ് റാണയ്ക്കും റയാൻ പരാഗിനും ബെസ്റ്റ് റോളുകൾ ഇല്ല എന്നതാണ്. റാണയ്ക്ക് 3ാം നമ്പറും പരാഗിന് 4ാം നമ്പറുമാണ് ഏറ്റവും മികച്ച ബാറ്റിംഗ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ബാറ്റിംഗ് പൊസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവർക്ക് നൽകാതെ ബാറ്റിംഗ് ഓർഡർ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതും റോയൽസ് പരിഹരിക്കേണ്ടതായുണ്ട്. തുടർച്ചയായി ഒരേ പൊസിഷനിൽ ഇനിയുള്ള മത്സരങ്ങളിൽ 2 പേരെയും ഇറക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷിംറോൺ ഹെറ്റ്മയറെ ബാറ്റിംഗിൽ വേണ്ടത്ര പ്രയോജനമില്ലാത്തത് കൊണ്ടാണ് റോയൽസ് കാണിക്കുന്ന 5ാമത്തെ അബദ്ധം. 5, 6 പൊസിഷനുകളിലാണ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ്. ഇവിടെ ബാറ്റ് ചെയ്യുമ്പോഴാണ് ഹെറ്റ്മയർ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാറുള്ളത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റോയൽസിന് മുന്നോട്ട് പോക്ക് ശരിയാകില്ല എന്ന് തന്നെ പറയാം.